So good evening. നമുക്ക് ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണ് ബേസിക്കലി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ശരിക്കും ഈ ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരുന്നു അല്ല സൊല്യൂഷനെ പറ്റിയായിരുന്നു. ഇതാണ് നമ്മുടെ ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് സി മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ടൈംസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എ ബി വൈ ഇസ് ഈക്വൽ ടു 0 വിത്ത് എ ബി ആൻഡ് സി ആർ സം കോൺസ്റ്റൻസ്. ഇതിനാണ് നമ്മൾ ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് ഈക്വൽ ടു 0യും അതുപോലെ എക്സ് ഈക്വൽ ടു 1ഉം ഈ ഒരു പെർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റെഗുലർ സിംഗുലർ പോയിന്റ്സ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്നലെ ഇൻഡിക്കൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ എം ഈക്വൽ ടു 0 എന്ന കേസിൽ വരുന്ന, അതായത് എം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ റൂട്ടിൻ്റെ കേസിൽ വരുന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചു. നമുക്ക് ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി y ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു എക്സ് പവർ 0 ഇൻറ്റു സമേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി a n x റേസ്റ്റ് എന്ന് കിട്ടി. എക്സ് പവർ 0 പറയുമ്പോൾ ഈ m1 നമ്മൾ 0 ആക്കി എടുക്കുകയാണ്. അതായത് m 0 എന്ന കേസ് പറഞ്ഞാൽ അതിപ്പോൾ m1 നമ്മൾ 0 ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് എന്താവും, എക്സ് പവർ 0 1 ആവും. അപ്പോൾ സമേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി a n x പവർ n വരും. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണ് അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അങ്ങനെ നമ്മൾ ആ ഒരു കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ റിസൾട്ട്, ഫ്രോബേനിയസ് സീരീസ് സൊല്യൂഷൻ്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അതായത് ഇൻഡിക്കൽ ഇക്വേഷൻ്റെ 2 റൂട്ട്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് m1 m2 കണ്ടുപിടിക്കുക. വിത്ത് m2 ഇസ് ലെസ് ദാൻ ഈക്വൽ ടു m1. ആ കേസിൽ എന്ത് കിട്ടും? നമുക്ക് ഇതുപോലെ കിട്ടും. ആൻഡ് ഓൾസോ m1 മൈനസ് m2 എന്തായിരിക്കരുത്, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. അതായത് സെക്കൻഡ് റൂട്ടിൻ്റെ കേസിൽ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതായത് m1 മൈനസ് m2 0യും അല്ല ഒരു പോസിറ്റീവ് ഇൻറ്റിജറും അല്ലാത്ത കേസ് വരികയാണെങ്കിൽ ഒരു സെക്കൻഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ m1 0 ആണ്, m2 1 മൈനസ് സി ആണ്. ഓക്കെ, അപ്പം m1 മൈനസ് m2 എന്ന് പറയുമ്പം എന്താ വരിക? m1 മൈനസ്, ഇവിടെ നമ്മൾ ഏതാണെന്നല്ല m2 എടുത്തിട്ടുണ്ടായിരുന്നത്. m2 is 1 minus c അല്ലേ? m2 1 minus c less than equal to m1 എന്ന് പറയുമ്പോൾ c is actually a positive integer അല്ലേ? ആ രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സോ അപ്പോൾ നമുക്ക് ഇന്ന് കാണാനുള്ള ശരിക്കും ഈ രണ്ടാമത്തെ കേസാണ്. അതായത് m2 ഈ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സെക്കൻഡ്, വി ആർ അസ്യൂമിങ് ഓൾസോ ദാറ്റ്, നമ്മളിത് അസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് m1 മൈനസ് m2 0 അല്ല, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അതായത് m1 മൈനസ് m2 0യും അല്ല പോസിറ്റീവ് ഇൻറ്റിജർ അല്ല. ആ കേസിലാണ് നമ്മൾ ഈ സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്നലെ നമ്മൾ അത് ഫസ്റ്റ് കേസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോൾവ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു പേരും വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു നൊട്ടേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ ജോമെട്രിക് സീരീസ് എന്നൊരു പേരും കൊടുത്തു ആ സീരീസിന്, അതായത് നമ്മൾ ഈ സൊല്യൂഷന്. അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു, അതിന് നൊട്ടേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു, എഫ് ഓഫ് എ ബി സി എക്സ് അല്ലേ? അപ്പം അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അതിന് ഹൈപ്പർ ജോമെട്രിക് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ജോമെട്രിക് സീരീസിൻ്റെ ഒരു ജനറലൈസ്ഡ് വെർഷൻ പോലെയൊക്കെ കാണാം. അതുകൊണ്ട് നമുക്കതിന് ഹൈപ്പർ ജോമെട്രിക് സീരീസ് എന്ന് വിളിക്കാം. കാരണം ബിയും സിയും സെയിം വാല്യൂ കൊടുക്കുക, എന്നിട്ട് എക്ക് 1 കൊടുത്താൽ നമുക്ക് ജോമെട്രിക് സീരീസ് കിട്ടും. ഓക്കെ അത്രയും കാര്യം നമ്മളിന്ന് കണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കേണ്ട കേസ് പറഞ്ഞാൽ സെക്കൻഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻഡിക്കൽ ഇക്വേഷൻ്റെ റൂട്ട്സ് പറഞ്ഞാൽ m1 നമ്മൾ 0യും m2 1 മൈനസ് സി എടുത്തിട്ടുണ്ടായിരുന്നത്. m1 മൈനസ് m2 0യും പോസിറ്റീവ് ഇൻറ്റിജറും അല്ലാത്ത കേസ്. അപ്പം m1 മൈനസ് m2 എന്ന് പറയുമ്പം മൈനസ് ഓഫ് 1 മൈനസ് സി.
അപ്പോൾ ഇത് പോസിറ്റീവ് ഇൻറ്റിജർ ആവരുത്. ഇത് പോസിറ്റീവ് ഇൻറ്റിജർ ആവരുതെങ്കിൽ, ആവാതിരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ സി എന്ന് പറയുന്നത് ശരിക്കും ഇതിപ്പം സി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടുണ്ടെങ്കിൽ 1 - c നെഗറ്റീവ് ആവും. നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ 1 - c ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആവും. 1 - cൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ അത് പോസിറ്റീവായി മാറും അല്ലേ? അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? സി എന്താവാൻ പാടില്ല, ദാറ്റ് ഈസ് സി ഇസ് നോട്ട് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ആ കേസിലാണ് നമ്മളെ ഡിസ്കഷൻ, അത് ആ തിയറം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് ആ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പം ഒബ്വിയസ്ലി ആ സൊല്യൂഷൻ്റെ ഫോം ആ തിയറം പറയുന്നത് എങ്ങനെയായിരുന്നു? y ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ y2 ഈസ് ഈക്വൽ ടു x പവർ m2 ആണ്. m2 എന്നോട് എന്താ? 1 - c. x പവർ m - c ഇൻറ്റു സമേഷൻ n ഈക്വൽ 0 to infinity a n x raised to n ആയിരിക്കും, where this series converges for some mod x less than r. ഓക്കെ, സോ ഇത് നമ്മളെ വർക്ക് എന്താ വെച്ചാൽ ആ സീരീസ് കണ്ടുപിടിക്കണം, y2 എന്താന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിത് സോൾവ് ചെയ്ത് കിട്ടാൻ പോകുന്ന ശരിക്കും വേറൊരു ഹൈപ്പർ ജോമെട്രിക് സീരീസ് ആയിരിക്കും. നമ്മൾ ഈ y2 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ എഫ് ഓഫ് സം 3 പാരാമീറ്റേഴ്സും എക്സും ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് വേറൊരു ഹൈപ്പർ ജോമെട്രിക് സീരീസ് ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുക എന്നർത്ഥം. അപ്പം അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിപ്പോൾ ഇങ്ങനെ അസ്യൂം ചെയ്യാം, യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്. സേ ഇപ്പോൾ ഇത് ഞാൻ y2 എന്ന് വിളിക്കുന്നില്ല, y തന്നെ വിളിക്കാം. സെക്കൻഡ് സൊല്യൂഷനാണെന്ന് മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ ഞാനൊരു അസംഷൻ എടുക്കുന്നു, വേരിയബിൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വൈനെ ഞാൻ എക്സ് പവർ 1 - c ഇൻറ്റു ഇസഡ് എന്ന് എടുക്കുകയാണ്. ഒരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഇസഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈ പ്രൈം എന്ത് കിട്ടും? അതായത് സെഡ് ഈസ് ഓൾസോ സെഡ് ഈസ് എ ന്യൂ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മാറ്റാൻ പോവുകയാണ്. അതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസഡും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സും ആയിട്ട് എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ സെഡ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ് ഓൺലി. ഓക്കെ, അപ്പോൾ സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ആ രീതിയിൽ അതൊന്നുമില്ല, നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വേറെ രീതിയിൽ നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും. നമുക്ക് ഈ ഒരു ഫോം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് മാത്രം. അപ്പം വൈ ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് റേസ് ടു 1 - c ഇൻറ്റു ഇസഡ് ഡാഷ് പ്ലസ് ഇസഡ് ഇൻറ്റു ഇസഡ് ഇൻറ്റു എക്സ് റേസ് ടു, അതായത് 1 - c ഇൻറ്റു എക്സ് റേസ് ടു 1 - c - 1 വരും. അപ്പോൾ എന്താ വരിക? 1 - c - 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു -c. അതുപോലെ വീണ്ടും വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാം. വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് - 1/c ഇൻറ്റു ഇസഡ് ഡബിൾ ഡാഷ് പ്ലസ് ഇസഡ് ഡാഷ് ഇൻറ്റു 1 - c ഇൻറ്റു എക്സ് റേസ് ടു -c പ്ലസ്, പിന്നെ ഈ ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 1 - c പുറത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇസഡ് ഇൻറ്റു -c ഇൻറ്റു എക്സ് റേസ് ടു -c - 1 പ്ലസ് എക്സ് റേസ് ടു -c ഇൻറ്റു ഇസഡ് ഡാഷ് അല്ലേ? അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? എക്സ് റേസ് ടു 1 - c ഇസഡ് ഡബിൾ ഡാഷ് പ്ലസ് ഇസഡ് ഡാഷ് ഇൻറ്റു 1 - c എക്സ് റേസ് ടു -c പ്ലസ് 1 - c ഇൻറ്റു ഇസഡ് -c എക്സ് റേസ് ടു -c - 1 പ്ലസ് 1 - c ഇൻറ്റു എക്സ് റേസ് ടു -c ഇൻറ്റു സെഡ് പ്രൈം അല്ലെങ്കിൽ സെഡ് ഡാഷ്. ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ, നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം നമ്മൾ അസ്യൂം ചെയ്യാനുള്ളത് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. y എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ അസ്യൂം ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഇൻറ്റു 1 - x ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് c മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ടൈംസ് എക്സ് ഇൻറ്റു വൈ പ്രൈം മൈനസ് എ ബി വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് ഈ ഇപ്പം ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ ഈ മോളുള്ള വൈ ഡാഷും ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ കേസിൽ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ചെയ്ത് 0 ഇക്വേറ്റ് ചെയ്ത്
ഒരു എക്സ് പവർ 1 മൈനസ് ചെയ്യുന്ന ടേം ഉണ്ട്, അത് കോമൺ എടുത്ത് അത് റിമൂവ് ചെയ്താൽ കിട്ടുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ഫോമിലായിരിക്കും. എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇസഡ് ഡബിൾ ഡാഷ് പ്ലസ് 2 മൈനസ് സി മൈനസ് എ മൈനസ് സി പ്ലസ് 1 a minus c plus 1 plus b minus c plus 1, okay, a minus c plus 1 plus b minus c plus 1 plus 1 times x into z dash minus a minus c plus 1 into b minus c plus 1 into z equal to 0 എന്ന് കിട്ടും. അതായത് ഈ ഒരു ഫോമിലേക്കാണ് നമ്മൾ എൻഡപ്പ് ചെയ്യാം, ഇതിലാണ് നമ്മൾ എൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇങ്ങനത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി മാറും നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ. അതായത് ഇവിടെ നമ്മൾ y ഈക്വൽ ടു ഇത് കൊടുക്കണ്ടല്ലോ, എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു വീണ്ടും ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക വീണ്ടും ഒരു ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷനാണ്. പക്ഷേ ഒരു ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ്റെ ഒരു പെർട്ടിക്കുലർ ഫോമിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് എന്താണെന്ന് നമുക്കറിയാം. അത് ഈ ഒരു ഫോമിലാണ് നമ്മളെ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ എങ്കിൽ നമുക്കതിൻ്റെ എന്താ അറിയാം, സൊല്യൂഷൻ അറിയാം. അതായത് ഞാൻ ഒന്നുകൂടി അവിടെ എടുത്ത് എഴുതാം. നമുക്ക് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനിലേക്ക് വരാം, പക്ഷേ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ വിചാരിച്ചു. അതായത് ശരിക്കുള്ള ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് സി മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ടൈംസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എ ബി വൈ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം കാണാം. ഈ ഇവിടുത്തെ സി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ശരിക്കും സി എന്ന് പറയുന്നത് ശരിക്കും 2 മൈനസ് സി ആണ്. ഇവിടുത്തെ എ കമ്പയർ ചെയ്യണം എന്താണ്, ഈ എൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് ഈ ടേമാണ്. അതായത് എ എന്ന് പറഞ്ഞാൽ എ മൈനസ് സി പ്ലസ് 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ ബി മൈനസ് സി പ്ലസ് 1 ആണ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ എ മൈനസ് സി പ്ലസ് 1ഉം ബി എന്ന് പറഞ്ഞാൽ ബി മൈനസ് സി പ്ലസ് 1 ആണ്. പക്ഷേ ഈ ഒരു ഫോമിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ അറിയാം. എന്താ അതിൻ്റെ സൊല്യൂഷൻ? അതൊരു നമ്മളൊരു സീരീസ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സൊല്യൂഷൻ? അതിന് നമ്മൾ റിനോട്ട് ചെയ്തിട്ട് ഒരു നൊട്ടേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് എഫ് ഈ കേസിലാണെങ്കിൽ എഫ് ഓഫ് എ ബി സി എക്സ് അല്ലേ, ഇതാണ് നമ്മളെ സൊല്യൂഷൻ, ആ സീരീസ്. അപ്പം ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ, അതായത് മുകളിൽ എഴുതിയതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായി മാറും? അതേ ഫോമിൽ എഴുതിയാൽ മതി. നമുക്ക് എന്താ കിട്ടുക? ഇത് ശരിക്കും കിട്ടിയത് ഇത് നമുക്ക് കിട്ടുന്നത് ബേസിക്കലി y ഈസ് ഈക്വൽ ടു ദിസ് ഈസ് അവർ സീരീസ് അല്ലേ. അപ്പം ഈ കേസിൽ നമ്മൾ എഴുതുമ്പോൾ വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ z ആണ്. അപ്പോൾ z ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? എഫ് ഓഫ് ഇവിടെ എ എന്ന് പറയുന്നത് ബേസിക്കലി എ മൈനസ് സി പ്ലസ് 1 കമ ബി, ഇവിടുത്തെ ബി എന്ന് പറയുമ്പോൾ ബി മൈനസ് സി പ്ലസ് 1, സി എന്ന് പറയുന്നത് ബേസിക്കലി 2 മൈനസ് സി കമ എക്സ്. ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ വരിക. ഓക്കെ, അതായത് ഇസഡ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വൈ എന്ന് നമ്മളെടുത്ത് വൈ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു ഇസഡ് എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ഇൻറ്റു 1 എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു ഇസഡ് എന്ന ഈ പോർഷൻ, അതായത് എഫ് ഓഫ് എ മൈനസ് സി പ്ലസ് 1 കമ ബി മൈനസ് സി പ്ലസ് 1 കമ 2 മൈനസ് സി കമ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ ഹൈപ്പർ ജോമെട്രിക് സീരീസും കിട്ടി, ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷനും കിട്ടി, y1 y2 കിട്ടി. അപ്പോൾ പിന്നെ നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതിക്കൂടെ? അതായത് c1 y1 പ്ലസ് c2 y2 പറഞ്ഞാൽ അപ്പോൾ കിട്ടിയ സാധനം നേരത്തെ ആദ്യം കിട്ടിയ ഇന്നലെ കിട്ടിയ സംഭവമാണ് നമ്മൾ y1. അപ്പോൾ എന്ത് കിട്ടിയ അപ്പോൾ എന്ത് ചെയ്താൽ c1 ഇൻറ്റു എഫ് ഓഫ് എ ബി സി എക്സ് പ്ലസ് c2 എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് എ മൈനസ് സി പ്ലസ് 1 ബി മൈനസ് സി പ്ലസ് 1 2 മൈനസ് സി കമ എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരിക. ഓക്കെ, അതായത് നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ്റെ രണ്ട് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. അബൌട്ട് നിയർ ദ regular singular point
എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അപ്പം ഇതിലിപ്പോൾ ഒരു പോർഷൻ നമ്മൾ ഫില്ല് ചെയ്യാത്ത പറഞ്ഞാൽ ഈ പോർഷൻ ആയിരുന്നു. അത് എങ്ങനെ നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വന്ന് അത് ജസ്റ്റ് കുറച്ച് എന്താ പറയുക, ഈ ഒരു സ്റ്റേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഡെറൈവ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു സ്റ്റേജ് ഞാൻ പറയാം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അതെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ എന്താ കിട്ടുക നോക്കാം. അപ്പോൾ അതൊന്ന് ഞാൻ വേറെ സെപ്പറേറ്റിനെ പറയാം. ഓക്കെ, പ്രീവിയസ് പേജ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ കിട്ടും. അതായത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. എക്സ് റേസ് ടു 1 മൈനസ് സി ഇസഡ് ഡബിൾ പ്രൈം പ്ലസ് ഇസഡ് പ്രൈം ഇൻറ്റു 1 മൈനസ് സി ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് സി പ്ലസ് 1 മൈനസ് സി ഇൻറ്റു മൈനസ് സി ഇസഡ് എക്സ് റേസ് ടു മൈനസ് സി മൈനസ് 1 പ്ലസ് 1 മൈനസ് സി ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് സി ഇസഡ് പ്രൈം ഇങ്ങനെ വരും. പ്ലസ് സി മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 എക്സ് multiplied with x raised to 1 minus c z prime plus z into 1 minus c into x raised to minus c minus ab x raised to 1 minus c into z equal to അതായത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അകത്തെ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും ചെയ്യാനുള്ളൂ. ആദ്യത്തെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇസഡ് പ്രൈമിൻ്റെയും ഇസഡ് ഡബിൾ പ്രൈമിൻ്റെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻസ് ഒരുമിച്ച് ക്ലബ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോം കിട്ടും. ഇങ്ങനെ കിട്ടും നമ്മളെ ഇസഡ് പ്രൈമിൻ്റെ കോഎഫിഷ്യൻസ്, അതുപോലെ ഇസഡിൻ്റെ കോഎഫിഷ്യൻസും കൂടി എഴുതാം. ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലബ് ചെയ്ത് എഴുതി നോക്കിയാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട, ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ ഏതായിരുന്നു? നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ നിങ്ങൾ നോക്കൂ. ഇപ്പം ഇവിടെ ഈ ഇതാണ് കിട്ടേണ്ട ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഈ ടേം നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഈ സപ്പോസ് ഇത് നമ്മൾ സെഡ് പ്രൈമിൻ്റെ നോക്കാമെന്ന് വെച്ചോ. അപ്പോൾ ഈ ടേം കിട്ടും നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന്. അപ്പം നമുക്ക് കിട്ടുന്നത് ബേസിക്കലി, അതായത് ഇതിൻ്റെ ഈ കോഎഫിഷ്യൻസ് എടുക്കുക, എന്താ വരിക, അതിൽ നമ്മൾ എക്സ് റേസ് ടു 1 മൈനസ് സി കോമൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മൈനസ് സി പ്ലസ് ഇതിലിവിടെ മുകളിലൊരു ടേം കൂടി ഉണ്ട്, ഇവിടെ ഒരു ടേം കൂടി വരുന്നുണ്ട്. അത് മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് സി, അല്ല മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് സി ഇല്ല, എക്സ് റേസ് ടു 2 മൈനസ് സി, എക്സ് റേസ് ടു 2 മൈനസ് സി എന്ന് വരും. അപ്പോൾ ആ ഒരു ടേം കൂടി നമുക്ക് ഇവിടെ വരാനുണ്ട്, എക്സ് റേസ് ടു 2 മൈനസ് സി എന്ന് വരും ഇൻറ്റു സെഡ് പ്രൈം. ഓക്കെ, ഇൻറ്റു സെഡ് പ്രൈം ആണ് വരിക. ഓക്കെ, സോ ഇവിടെ ആ ഒരു ടേം കൂടി എഴുതാം, മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് വരും. അല്ല, എക്സ് റേസ് ടു 2 മൈനസ് സി നിങ്ങൾ എക്സ് റേസ് ടു 1 മൈനസ് സി എടുത്താൽ എന്താ വരിക? എക്സ് റേസ് ടു 1 അല്ലേ വരിക? അതാണ് ഈ എക്സ് റേസ് ടു 1 അല്ല, എക്സ് റേസ് ടു 2 മൈനസ് സി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് സി അല്ലേ? ഓക്കെ, സോ ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം എന്താ കിട്ടുന്നത്. അപ്പം ഇവിടെ 2 മൈനസ് 2c ഉണ്ട്, മൈനസ് എക്സ് പ്ലസ് സി എക്സ് മൈനസ് എക്സ് പ്ലസ് സി എക്സ് പ്ലസ് സി മൈനസ് എ എക്സ് മൈനസ് ബി എക്സ് മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ മൈനസ് 2cയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് സി കിട്ടും. അപ്പോൾ 2 മൈനസ് സി, പിന്നെ മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് 3x, സി എക്സും സി എക്സും പ്ലസ് 2cx മൈനസ് എ എക്സ് മൈനസ് ബി എക്സ്.
അല്ലേ? അപ്പോൾ ഇത് തന്നെയാണോ നമുക്ക് വേണ്ട ടേം? നമുക്ക് വേണ്ട ടേം ഇതായിരുന്നു. അതായത് സെഡ് പ്രൈമിൻ്റെ കോഎഫിഷ്യൻ്റ് പറഞ്ഞാൽ എന്തായിരുന്നു? അതെ, അതായത് എ മൈനസ്, അതായത് എ മൈനസ് അല്ല, 2 മൈനസ് സി മൈനസ് എ മൈനസ് സി പ്ലസ് 1 പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു എക്സ്. ഇതായിരുന്നു സെറ്റ് പ്രൈമിൻ്റെ കോഎഫിഷ്യൻ്റ്. അത് തന്നെ നമുക്ക് കിട്ടിയാൽ നോക്കി അവിടെ. ഇതിപ്പോൾ ഇന്ന് എക്സ്പാൻഡ് എന്താ കിട്ടുക? 2 മൈനസ് സി മൈനസ് എ പ്ലസ് സി ഇതിൽ എക്സ് മൾട്ടിപ്ലൈ ആണ് അല്ലേ? ഓക്കെ. അപ്പം 2 മൈനസ് സി മൈനസ് എ എക്സ് മൈനസ് അല്ല പ്ലസ് സി എക്സ് മൈനസ് എക്സ്, പിന്നെ മൈനസ് ബി എക്സ് പ്ലസ് സി എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടും. ഇതെന്താ? 2 മൈനസ് സി മൈനസ് 3x അല്ലേ? 3 മൈനസ് എക്സ് വരുന്നുണ്ട്. മൈനസ് 3x പ്ലസ് 2 സി എക്സ് കൂട്ടിയാൽ 2cx. ഇത് മൈനസ് എ എക്സ് മൈനസ് ബി എക്സ്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയ സാധനം തന്നെ നമുക്ക് വേണ്ട വെച്ചിരിക്കും. ഇതിന് ജസ്റ്റ് നമ്മൾ ഈ കിട്ടിയ സാധനം നമ്മളിങ്ങനെ മാറ്റി എഴുതണം. അതെന്തിനാണ് മാറ്റി എഴുതുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കാരണം അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആവശ്യം ഡണ്ണാണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഇങ്ങനത്തെ ഒരു ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന്. അപ്പോൾ എക്ക് പകരം ബിക്ക് പകരം ഈ ഇങ്ങനത്തെ ടേമായി മാറുന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഒരു ജനറൽ, അപ്പോൾ അത് നിങ്ങൾ ബാക്കി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാ കേസിലും നമ്മൾ വാങ്ങിക്കുന്ന എക്സ് റേസ് ടു 1 മൈനസ് സി കോമൺ എടുത്തിട്ട് അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അത് 0 വരും. എന്നിട്ട് ആണ് നമുക്ക് ബാക്കി ടേംസ് കിട്ടുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ഇക്വേറ്റ് അല്ല, മൊത്തം എക്സ് റേസ് ടു 1 മൈനസ് സി കോമൺ എടുക്കുക. അപ്പോൾ ഇൻറ്റു ദിസ് പോളിനോമിയൽ എന്ന് വരും. അതായത് ഈ മുകളിലുള്ള ഈ പോളിനോമിയൽ വരും ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എക്സ് റേസ് ടു 1 മൈനസ് സി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരും, ഈ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. അപ്പം ആ രീതിയിൽ നമുക്ക് സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷനും കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ റെഗുലർ സിംഗുലർ പോയിൻറ്റിൻ്റെ നിയർ വി ഫൗണ്ട് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഹൈപ്പർ ജോമെട്രിക് സീരീസ്. പക്ഷെ നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ റെഗുലർ സിംഗിൾ പോയിന്റ് മാത്രം ആയിരുന്നില്ല. നമുക്കവിടെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ റെഗുലർ സിംഗിൾ പോയിന്റും ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 റെഗുലർ സിംഗിൾ പോയിന്റ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സൊല്യൂഷൻ എന്ന് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം അടുത്തത്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ ശരിക്കും മൊത്തം പ്രൊസീജിയർ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതിനൊരു ചെറിയൊരു ഷോർട്ട് കട്ട് ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം ആദ്യം. അതായത് നമ്മളെ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു വൈ ഡബിൾ പ്രൈം പ്ലസ് സി മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 എക്സ് ഇൻറ്റു വൈ പ്രൈം മൈനസ് എ ബി വൈ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ. ഇനി നമുക്ക് ശരിക്കും കാണേണ്ട എക്സ് ഈക്വൽ ടു 1 സിംഗുലർ പോയിന്റ്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സിംഗുലർ പോയിന്റ് നിയർ ബൈ ഉള്ള സൊല്യൂഷനാണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാനിപ്പം ടിക്ക് ഞാൻ 1 മൈനസ് എക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ടി എന്ന വേരിയബിൾ ഞാൻ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 1 മൈനസ് എക്സ് എടുക്കുകയാണെങ്കിൽ എക്സിന് 0 കാണുന്നതും എക്സിന് 1 കാണുന്നതെന്ന് പറഞ്ഞാൽ ടിക്ക് 0 കാണുന്നതിന് ഇക്വലൻ്റ് ആണ്, അല്ലേ? എക്സ് മൈനസ് 1 0 ആവുമെന്ന് പറഞ്ഞാൽ ടി 0 ആകുമ്പോഴാണ്. എക്സ് മൈനസ് 1 0 ആവാന്ന് മീനിങ് എന്താ? എക്സ് ഈക്വൽ ടു 1 ആവുന്നു. എക്സ് ഈക്വൽ ടു 1ൻ്റെ അബൌട്ടുള്ള സൊല്യൂഷൻ കാണാൻ നമ്മളിവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ടി ഈക്വൽ ടു 0ൻ്റെ സൊല്യൂഷൻ അബൌട്ട് ടി ഈക്വൽ ടു 0 സൊല്യൂഷൻ കണ്ടാൽ മതി. അതായത് നമ്മളിവിടെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ. സോ ഈ കേസിൽ നമുക്ക് ഞാൻ പറഞ്ഞു എക്സ് ഈക്വൽ ടു 1 സൊല്യൂഷൻ കാണുന്നതിന് പകരം ടി ഈക്വൽ ടു 0 സൊല്യൂഷൻ കണ്ടാൽ മതി. ഫോർ ദ ന്യൂ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ ടി ഇൻറ്റു 1 മൈനസ് ടി വൈ ഡബിൾ ഡാഷ് പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1
മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ടൈംസ് ടി ഇൻറ്റു വൈ ഡാഷ് മൈനസ് എ ബി വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ശരിക്കും നമ്മളൊരു ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ്റെ ടേംസിലായി. ഓക്കെ, ഒറ്റ വ്യത്യാസം എന്താ വെച്ചാൽ എക്സ് ഉള്ളത് ടി ആയി മാറി വേരിയബിൾ, അതുപോലെ ഇവിടെ സി എന്നുള്ളത് ശരിക്കും ഒരു വലിയ ടേമായി എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 ആയി. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് സി മൈനസ് എ പ്ലസ് ബി പ്ലസ് 1 ടൈംസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് മൈനസ് എ ബി വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ്റെ ടേംസിലായതിനെ കൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ എന്തായിരുന്നു? എഫ് എന്താ വരിക സൊല്യൂഷൻ? എ ബി സി എക്സ് എന്നല്ലേ. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ എന്താവും? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായി മാറും? അപ്പോൾ അത് ശരിക്കും നമ്മൾ ഈ കേസിൽ ഓൾറെഡി നമ്മൾ അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് രണ്ട് സിംഗുലർ പോയിന്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ രണ്ട് കേസിൽ സൊല്യൂഷൻസും കാണണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ ഒരു ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ജനറൽ സൊല്യൂഷൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ജനറൽ സൊല്യൂഷനിലേക്ക് ഈ പാരാമീറ്റേഴ്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ പുതിയ എയും ബിയും സിൻ്റെ ഒക്കെ വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. കാരണം ഇത് ഓൾറെഡി ആ ഒരു ഫോമുല ആണല്ലോ, ഒരു ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ ഫോമുല ആയി. ഇങ്ങനത്തെ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു c1 എഫ് ഓഫ് എ ബി സി എക്സ് പ്ലസ് c2 എക്സ് റേസ് ടു 1 മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് എ മൈനസ് സി പ്ലസ് 1 ബി മൈനസ് സി പ്ലസ് 1 2 മൈനസ് സി എക്സ്. ഇതായിരുന്നു ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെറിയ മാറ്റം വരുന്നുള്ളൂ. എക്സ് ടി ആവുന്നുണ്ട്, അതുപോലെ അല്ല ഈ ഒരു ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ എക്സ് ടി ആവുന്നുണ്ട്, അതുപോലെ സി എന്ന് പറഞ്ഞ സംഭവം ഇതായി മാറുന്നുണ്ട്. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളെ ഈ കേസിലെ വൈ എന്ന് പറഞ്ഞാൽ c1 എഫ് ഓഫ് എ ബി, ഇവിടുത്തെ എയും ബിയും സെയിം ആണ്. സി എന്തായി മാറി? എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 ടി പ്ലസ് c2 ടി റേസ് ടു 1 മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് എ മൈനസ് സി എന്ന് പറഞ്ഞാൽ ഈ വലിയ ടേമാണ്, അതായത് എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 അതുപോലെ ബി മൈനസ് സി പ്ലസ് 1. അപ്പോൾ ബി മൈനസ് സി പ്ലസ് എന്ന് പറയുമ്പം ബി മൈനസ് എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 2 മൈനസ് സി. 2 മൈനസ് സി പറയുമ്പം 2 മൈനസ് എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 ഓക്കെ ടി. അപ്പോൾ ഇതായിരിക്കും നമ്മളെ സൊല്യൂഷൻ വരിക. അപ്പോൾ ടി ഈക്വൽ ടു 1ൻ്റെ കേസിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ ആവുന്നു കിട്ടും. അത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. എന്നിട്ട് ടിക്ക് നമ്മൾ കൊടുത്ത ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു? വി ആർ ചൂസൺ ടി ടു ബി 1 മൈനസ് എക്സ്. അതുകൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ആൻസർ ഫൈനലായിട്ട് c1 ടൈംസ് എഫ് ഓഫ് എ ബി എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് c2 1 മൈനസ് എക്സ് റേസ് ടു ഇവിടെയും നമ്മൾ സീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ, ഞാൻ ചെയ്തില്ല ഈ വാല്യൂ. അപ്പോൾ ഇത് ശരിക്കും സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് സി മൈനസ് എ മൈനസ് ബി എന്ന് കിട്ടും. എഫ് ഓഫ് ഈ പോർഷനും അതുപോലെ സിംപ്ലിഫൈ ചെയ്യണം. സി മൈനസ് ബി സി മൈനസ് എ മൈനസ് ബി പ്ലസ് 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇതായിരിക്കും നമ്മളെ എന്ത് വരിക സൊല്യൂഷൻ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ റെഗുലർ സിംഗുലർ പോയിന്റിലും നമ്മളെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, സോ നമ്മൾ ഇത്ര നേരം ചെയ്ത വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ സെക്ഷനിൽ ചെയ്ത വർക്ക് എന്താ വെച്ചാൽ, നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ കണ്ടു, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടു, അതിന് രണ്ട് റെഗുലർ സിംഗുലർ പോയിന്റ്സ് ഉണ്ട് കണ്ടു, 0ഉം 1ഉം. എന്നിട്ട് നമ്മൾ 0ൻ്റെയും 1ൻ്റെയും എബൌട്ട്, ആദ്യം നമ്മൾ എബൌട്ട് 0 ഒരു ഇൻ്റർവെല്ലിൽ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു, രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഡിറൈവ് ചെയ്തു. പിന്നെ നമ്മൾ എക്സ് ഈക്വൽ ടു 1ൻ്റെ കേസിൽ നമ്മൾ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ആ കേസിലുള്ള സൊല്യൂഷൻസും കണ്ടുപിടിച്ചു. ഓക്കെ, സോ
With that, we'll stop for today. Okay, remaining we'll see in the next class.